ഗ്രാമത്തെ ഒരു സാധാരണ കുടുംബത്തിൽ മിടുക്കിയായിരുന്നു നേഹ. പഠിക്കാൻ വേണ്ടി അവൾ നഗരത്തിലെ കോളേജിൽ പോയി. പുതിയ സുഹൃത്തുക്കളും പുതിയ ജീവിതവും അവളെ കുറച്ച് മാറ്റി. ആദ്യം എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് സന്തോഷങ്ങൾ പറഞ്ഞിരുന്ന അവൾ പിന്നെ കോളുകൾ കുറഞ്ഞു, സന്ദേശങ്ങൾ മറുപടി കിട്ടാൻ താമസിച്ചു. ഒരു ദിവസം അവൾ പൂർണ്ണമായും കാണാതെ പോയി. തേടിയതും പോലീസ് കേസ് കൊടുത്തതും ശേഷം മഴയുള്ള ഒരു രാത്രിയിൽ ഒരു ശരീരം കണ്ടെത്തിയെന്ന് വാർത്ത വന്നു. ആക്സിഡൻ്റൽ ഡെത്ത് എന്നൊരു സ്റ്റാമ്പ് വെച്ച് കേസ് അടച്ചു. പക്ഷെ അമ്മയെ മനസ്സ് അത് അംഗീകരിച്ചില്ല. ആ സമയത്താണ് നേഹയുടെ സഹോദരി നന്ദിത വീട്ടിലെത്തി സത്യം കേട്ടത്. അവൾക്കിതൊരു അപകടമായി തോന്നിയില്ല. അവൾ നേഹയുടെ ഫോൺ, സോഷ്യൽ മീഡിയ, ടെലിഗ്രാം ഗ്രൂപ്പുകൾ എല്ലാം പരിശോധിച്ചപ്പോൾ കോളേജിനോട് ബന്ധപ്പെട്ട ഒരു രഹസ്യ കൾട്ടിൻ്റെ ബന്ധം വെളിപ്പെടുത്തി. മാനസിക പിടിവാശത്തിൽ സ്റ്റുഡൻസിനെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടം. അവൾ തെളിവുകൾ ശേഖരിച്ച് പോലീസിനെ വീണ്ടും സമീപിച്ചു. ആദ്യം അവഗണിച്ചാലും മീഡിയ ഇത് കേട്ടപ്പോൾ കേസ് പുതിയ വെളിച്ചത്തിൽ വന്നു. റിപ്പോർട്ടേഴ്സ് മൈക്കും ക്യാമറയും കൊണ്ട് കുടുംബത്തെ ഇൻ്റർവ്യൂ ചെയ്തു. ജനങ്ങൾ സപ്പോർട്ട് ചെയ്തു. ഒടുവിൽ കേസ് കോർട്ടിലേക്ക് പോയി. ഡിജിറ്റൽ തെളിവുകളും ചാറ്റ് റെക്കോർഡ്സും പരിശോധിച്ചു. അന്തിമ വിധിയിൽ കുറ്റക്കാർക്ക് ശിക്ഷ ലഭിച്ചു. സന്തോഷം പൂർണ്ണമായിട്ട് തിരിച്ചു വന്നില്ല, പക്ഷേ ഒരു സമാധാനമുണ്ടായി. നേഹയ്ക്ക് നീതി കിട്ടി. നന്ദിത മനസ്സിൽ പറഞ്ഞു, ചേച്ചി, ഇപ്പം നിനക്ക് നീതി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.